Respected dear family members, my pranams to you. മാന്യ കുടുംബാംഗങ്ങൾക്ക് എൻ്റെ പ്രണാമം. In Yajurveda, 40th chapter, known as Ishavasya Upanishad, a beautiful mantra is there. ഈശാവാസ്യ ഉപനിഷത്ത് എന്ന 40ാം അധ്യായം യജുർവേദത്തില് നല്ലൊരു മന്ത്രമുണ്ട്. അത് മന്ത്രം എന്നാ പറയുക. ദറ്റ് ഈസ് കോൾഡ് മന്ത്ര ബിക്കോസ് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് വേദ. വേദത്തിന്റെ ഭാഗമായതുകൊണ്ട് അതിനെ മന്ത്രം എന്ന് പറയുന്നു. അതർവൈസ് ഇറ്റ് വിൽ ബി നോൺ ആസ് ശ്ലോക ഓർ സ്റ്റാൻസ. അല്ലായിരുന്നെങ്കിൽ, വേദത്തിന്റെ ഭാഗമല്ലായിരുന്നെങ്കിൽ അതിനെ ശ്ലോകം എന്ന് പറയും, അല്ലെങ്കിൽ ഒരു വരി എന്ന് പറയും. അന്ധം തമ പ്രവിശന്തി ഏ അവിദ്യാമുപാസതേ തതോ ഭൂയ ഇവതേ തമോ യ വിദ്യായാം രതാഃ. അന്ധം, ബ്ലൈൻഡിങ് ഡാർക്ക്നെസ്, കണ്ണ് കാണാൻ പറ്റാത്ത ഇരുട്ടില്. തമഹ, ഡാർക്ക്നെസ്, ഇരുട്ട്. അന്ധം തമഹ, ബ്ലൈൻഡിങ് ഡാർക്ക്നെസ്, കണ്ണ് കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്ക്. പ്രവിശന്തി, they will be entering into that. പ്രവിശന്തി is plural. പ്രവിശന്തി, അവർ പ്രവേശിക്കുന്നു. കണ്ണ് കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്ക് അവർ പ്രവേശിക്കുന്നു. ആര്? who will be entering into blinding darkness? ഏ അവിദ്യാമുപാസത. ആരാണോ സയൻസ് കൊണ്ട് മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നത്, അവര് അന്ധം തമ പ്രവിശന്തി. Those who are thinking that science can solve all human problem, they are entering into blinding darkness. അവര് കണ്ണു കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നു. അന്ധം തമഹ പ്രവിശന്തി ഏ അവിദ്യാമുപാസതേ. സയൻസ് കൊണ്ട് മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന് ആരാണോ വിചാരിക്കുന്നത്, അവരെ കണ്ണു കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നു. Those who are thinking that the science, the technology, the available facilities and instruments can solve all human problem, health problem, economical problem, social problem and so on. മാനവരാശിയുടെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും സയൻസും ടെക്നോളജിയും കൊണ്ട് പരിഹരിക്കാൻ സാധിക്കും. They will be entering themselves into blinding darkness. തതോ ഭൂയ ഇവതേ തമോ യ വിദ്യായാം രതാഃ. തതോ ഭൂയ, സെയിം തിങ് വിൽ ഹാപ്പൻ. അത് തന്നെ സംഭവിക്കുന്നു. തതോ ഭൂയ ഇവ തേ തമോ. സെയിം ബ്ലൈൻഡിങ് ഡാർക്ക്നെസ് the people will be entering. Who will be entering in the second line? അതേ കണ്ണു കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്ക് ഇവരും പ്രവേശിക്കുന്നു. ഇവരും പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരാണ്? യ വിദ്യായാം രതാഃ. Those who are thinking that spirituality can solve all human problem, spirituality can solve all human problem. ആത്മീയത മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹരിക്കാൻ സാധിക്കും എന്ന് വാദിക്കുന്നവര്, ആത്മീയത കൊണ്ട് മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. Many people used to tell that one, you just surrender to God. That will not work. നിങ്ങൾ ഈശ്വരനിൽ സമർപ്പിക്കുക, ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക, ഗുരുവായൂരപ്പനെ ആശ്രയിക്കുക. ഈവൻ ലോർഡ് കൃഷ്ണ ഹാസ് നോട്ട് ടോൾഡ് ദാറ്റ് വൺ യു ഷുഡ് ജസ്റ്റ് പ്രോസ്ട്രേറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ലോർഡ് ഗുരുവായൂരപ്പ ഓർ omnipotent, omnipresent divine power. ഈ പ്രപഞ്ചത്തെ നയിക്കുന്ന ഈശ്വരനിൽ സമർപ്പിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, മറിച്ച് മാം അനുസ്മര യുദ്ധ്യച. You think about me and then you do your work. എന്നില് സമർപ്പിച്ചിട്ട് നീ നിന്റെ പ്രവർത്തികൾ ചെയ്യുക. You do your duty, responsibility and you will be entitled for the privilege. You do your dharma. നിങ്ങളുടെ ധർമ്മം നിങ്ങൾ അനുഷ്ഠിക്കുക, ഈശ്വരനെ സ്മരിച്ച. So തതോ ഭൂയ ഇവതേ തമോ യ വിദ്യായാം രതാഃ. Those who are thinking that spirituality can solve all human problem, they are also entering into the blinding darkness. അവരും കണ്ണു കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്കാണ് പ്രയാണം ചെയ്യുന്നത്.
So remember that. Integration of science and spirituality is needed. ആത്മീയതയും അതേപോലെ ശാസ്ത്രവും സയൻസും തമ്മിൽ ഒരുമിച്ച് ചേർന്ന് വേണം ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ. In our day-to-day life, it is inevitable that we should integrate science and spirituality. So, if you are thinking that God can solve all your problems, you are entering yourself into blinding darkness. ഈശ്വരൻ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങൾ സ്വയം കണ്ണു കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നു. സയൻസ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് വിചാരിക്കുന്നു എങ്കിൽ അതും നിങ്ങൾ കണ്ണു കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്ക് പ്രവേശിപ്പിക്കുന്ന പദ്ധതിയാണ്, ചിന്താധാരയാണ്. Those who are thinking that spirituality alone or science alone can solve all our problems, they are entering into a world which is far away from reality. വാസ്തവത്തിൽ നിന്ന് വളരെ അകലെയാണ്. So, ജ്ഞാനം വിജ്ഞാന സഹിതം യജ്ഞാത്വാ മുക്ഷ്യതേ അശുഭാത്. ജ്ഞാനം സ്പിരിച്വൽ നോളജ്, വിജ്ഞാന സഹിതം സയന്റിഫിക് നോളജ്. If you are analyzing, understanding, estimating, evaluating and teaching and learning spirituality with the support of science, സയൻസിന്റെ സപ്പോർട്ടോടു കൂടി നമ്മൾ സ്പിരിച്വാലിറ്റി, ഭാരതീയ സ്പിരിച്വാലിറ്റി, നോട്ട് റിലീജിയൻ, മതമല്ല, ഭാരതീയ ആത്മീയത നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ മോക്ഷത്തെ അശുഭാൻ, ഓൾ സൂപ്പർസ്റ്റിഷൻസ് വിൽ ബി എറാഡിക്കേറ്റഡ്. ഏത് അന്ധവിശ്വാസവും ദുരാചാരവും ഇല്ലാതെയാക്കാൻ സാധിക്കും. സോ ഇന്നെവിറ്റബിളി ഇറ്റ് ഈസ് അവർ ബൗണ്ട് ധർമ്മ ടു ഇന്റഗ്രേറ്റ് സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി. സയൻസും ആത്മീയതയും should be integrated. Always in India it happened. ആത്മീയതയും സയൻസും ഭാരതീയർ എന്നും ഇന്റഗ്രേറ്റ് ചെയ്തിരുന്നു. You just see about Ayudha Puja, worshipping and performing puja for lathe, computer and many tools used in the laboratory. ലാബറട്ടറികളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, വളരെ വലിയതായിട്ടുള്ള എക്യുപ്മെന്റുകൾ, മിനി എക്യുപ്മെന്റ്. ഡ്യൂറിങ് ആയുധ പൂജ, വൺ ഡേ ഇൻ ആൻ ഇയർ, ഒരു വർഷത്തിൽ ഒരു ദിവസം, വി പെർഫോം പൂജ ഫോർ ദാറ്റ്. ഇന്റഗ്രേറ്റിംഗ് സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി. ഇതാണ് ശാസ്ത്രവും ആത്മീയതയും തമ്മിൽ. യു നോ എർത്ത്. Earth is a planet and we are doing everything. But we consider Earth as mother. I am Mata Prithvi Putroham Prithivya. But our relation with the Earth is just like Mother Earth. ഭൂമി സാധാരണഗതിയിൽ ഒരു പ്ലാനറ്റ് ആണെന്നറിയാം, മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്നറിയാം. പക്ഷെ ഭൂമിയെ നമ്മൾ മാതൃതുല്യമായിട്ട് കാണുന്നു. ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. ദി അതർ വൺ ഈസ് സയൻസ്. Agnayarva Suryo Ajayata. We know pretty well that sun is nothing but a fireball. Agnayarva Suryo Ajayata. It's in Chandogya Upanishad. Suryan എന്ന് പറയുന്നത് ഒരു അഗ്നിഗോളമാണ്. Sun is nothing but a ball of fire. Knowing pretty well that it is a ball of fire, we just consider it as Lord Sun or God Sun or Surya Deva. സൂര്യനെ നമ്മൾ ഈശ്വരനായിട്ട്, പ്രകൃതിയുടെ പ്രതിഭാസത്തിലെ സൂര്യദേവനായിട്ട് കാണുന്നു. So sun is considered scientifically and also sun is considered spiritually. You know, Chadayaji Shashi Suryam Shashinam Mahadi Bhuchaya. ഛാദയതി മറയ്ക്കുന്നു, ഷാഡോയിങ്. ശശി മൂൺ, സൂര്യം the sun is getting shadowed, covered with the moon. ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുന്നു. ശശിനം മഹതി ഭൂച്ഛായ. moon is getting covered with the shadow of earth. ഭൂമിയുടെ നിഴല് ചന്ദ്രനെ മറയ്ക്കുന്നു.
തത് സമ്പൂർണമിതി ഗ്രഹണമദ്യം. അത് പൂർണ്ണമായാൽ പൂർണ്ണഗ്രഹണമാണ്. പൂർണ്ണമായാൽ പൂർണ്ണഗ്രഹണമാണ്. So you see, we know pretty well about sun. സൂര്യനെ കുറിച്ച് നമുക്ക് നല്ലോണം അറിയാം, ചന്ദ്രനെ കുറിച്ച് നല്ലോണം അറിയാം, ഭൂമിയെ കുറിച്ച് അറിയാം, ഭൂമിയുടെ നിഴലിനെ കുറിച്ച് അറിയാം. So we know about sun, the moon, the shadow, the earth and everything scientifically, logically, rationally through the thousands of mathematical and astronomical book. ആയിരക്കണക്കിന് മാത്തമാറ്റിക്സ് ഗണിത പുസ്തകവും അത്ര തന്നെ അസ്ട്രോണമിക്കൽ ജ്യോതിശാസ്ത്ര പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ സൂര്യനെയും ചന്ദ്രനെയും നമുക്ക് നല്ലോണം അറിയാം. ബട്ട് വി കൺസിഡർ ദം ആസ് ഡിവൈൻ. ബ്രഹ്മാ മുരാരി ത്രിപുരാന്തകാരി ഭാനുശശി ഭൂമി സുതോ ബുധശ്ച ഗുരുശ്ച ശുക്രശ്ച ശനി രാഹുകേതവ സർവ കുർവന്തു സർവേ മമ സുപ്രഭാതം. ബ്രഹ്മാ മുരാരി ത്രിപുരാന്തകാരി, ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ, ബ്രഹ്മാ വിഷ്ണു ആൻഡ് മഹേശ്വര. ബ്രഹ്മാ മുരാരി ത്രിപുര, ഭാനു സൺ, ഭൂമിസുതോ മാഴ്സ്, ഭൂമിസുതോ ബുധശ്ച മെർക്കുറി, ഗുരുശ്ച ജൂപ്പിറ്റർ, ശുക്രശ്ച വീനസ്, ശനി സാറ്റേൺ, ഗുരുശ്ച ശുക്രശ്ച ശനി രാഹുകേതവ കുർവന്തു സർവേ മമ സുപ്രഭാതം. I do my pranams early morning. So including Bhumi, Bhanu, Shashi, Bhumi, Suto Budhascha. Bhumi is there, earth is there, moon is there. Bhumi Sudha, Bhumi means earth. Bhumi Sudha means it is like a Mars. So everything is given like that. So we could see the spirituality in everything. എല്ലാത്തിലും നമുക്ക് ആത്മീയത കാണാൻ സാധിച്ചു. അമ്മ ആത്മീയതയായിട്ട് വിവരിക്കുന്നു, മാതൃദേവോ ഭവ. സയന്റിഫിക്കലി ഷീ ഈസ് ദ മദർ. വായു, എയർ വി കൺസിഡർ ആസ് സ്പിരിച്വൽ തിങ്. നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി. വാട്ടർ വി നോ pretty well that it is a material, scientifically we know. പക്ഷേ വരുണദേവനായിട്ട് കാണുന്നു. Thus integration of spirituality and science which made Albert Einstein say, ഈ ആത്മീയത ഭാരതത്തിൽ നിന്ന് ഭഗവത്ഗീതയിലൂടെ പഠിച്ച Albert Einstein said that science without religion is blind, religion without science is lame. This is where in the Western culture and in other thing, just science and spirituality, science and religion are opposite. In India, it is the both side of the same coin. ഒരേ നാണയത്തിന്റെ രണ്ട് സൈഡ്. My pranams to you. So understand the spirituality with the science, understand the science with the spirituality. My pranams to you. Thank you very much.